നമ്മോടൊപ്പം മുൻ DG പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ടി അസഫ് അലി ചേരുന്നുണ്ട്. സാർ നമസ്കാരം. ഈ UPSC പട്ടികയ്ക്ക് പുറത്തുള്ള ഒരാൾക്ക് ചുമതല നൽകുക എന്ന് പറയുമ്പോൾ പോലീസ് മേധാവിയായി വരുന്നു, അല്ലെങ്കിൽ ഇൻചാർജ് DGP, അത്തരം ഒരു ആശയം അതെന്താണ് സാർ? അതിൻ്റെ ഒരു നിയമവശം എങ്ങനെയാണ്? 3 പേരുടെ പട്ടികയിലുണ്ട് 3 പേരുടെ പേര്, പക്ഷെ അത് മറികടന്ന് മറ്റൊരാൾ വരുന്നു എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ് കാര്യം? UPSC 3 പേരുടെ പട്ടിക നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. സുപ്രീം കോടതിയുടെ സുപ്രസിദ്ധമായ വിധിയാണ് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2006 വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. ആ വിധിയിലാണ് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് DGPയെ നിയമിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മുതിർന്ന 3 അംഗങ്ങളുടെ പാനല് UPSC നിശ്ചയിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്താൽ അതിൽ നിന്ന് നിയമിക്കണമെന്ന്. ഈ UPSC തന്നെ ഈ 3 ആളുടെ പാനൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? അവരുടെ സർവീസിലുള്ള ദൈർഘ്യം, അവരുടെ ഗുഡ് ട്രാക്ക് റെക്കോർഡ്, പിന്നെ റേഞ്ച് ഓഫ് എക്സ്പീരിയൻസ് ഒരു പോലീസ് മേധാവി എന്ന നിലയിൽ, ഈ 3 കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് കേന്ദ്ര UPSC സംസ്ഥാന ഗവൺമെന്റിന് 3 ആളുടെ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അതിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു എന്നാണ്. TP സെൻകുമാറിനെ ഇതുപോലെ നിയമിക്കാതിരുന്ന് TP സെൻകുമാർ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം 1ാം പിണറായി സർക്കാർ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സർക്കാരിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അല്ല എങ്കിൽ സർക്കാരിന് ഇഷ്ടമായിട്ട് കാണാൻ പറ്റില്ല. ഇവിടെ UPSCയിൽ 3 പേരാണ് സുപ്രീം കോടതി വിധി അനുസരിച്ച് UPSC നൽകുന്നത്. ആ വിധി ഫലത്തിലും ബലത്തിലും രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും, എല്ലാവർക്കും, എല്ലാ സർക്കാരുകൾക്കും ബാധകമാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ചില സംസ്ഥാന സർക്കാർ ഇൻചാർജ് DGP വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലിസ്റ്റ് വരാൻ താമസിച്ചത് കൊണ്ടോ മറ്റ് അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കാത്ത സാഹചര്യം, അങ്ങനത്തെ ചില കണ്ടിജൻസി വന്നു കഴിഞ്ഞാൽ ഇൻചാർജ് DGP വെക്കാം. ഇവിടെ ആ ക്വസ്റ്റ്യൻ ഉദിക്കുന്നേയില്ല. ഈ 3 ആളിൽ നിന്ന് ഒരാളെയും സർക്കാർ നിയമിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നടപടി എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ സർക്കാർ അത്തരത്തിലൊരു നിയമോപദേശം തേടാൻ പോകുമോ? അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ളൊരു എന്തായിരിക്കും അങ്ങനെ ഒരു ആലോചന വരാനുണ്ടായ ഒരു സാഹചര്യം? ഈ 3 പേരുണ്ട്, 3 പേരും പ്രഗത്ഭരായ 3 പേരുടെ ലിസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ. പക്ഷെ അതൊക്കെ മറികടന്ന് ഇത്തരത്തിലൊരു നിയമവശത്തിലേക്ക് തിരിയുമ്പോൾ അതിന്റെ മറ്റു വശങ്ങൾ എന്തൊക്കെയായിരിക്കും? സർക്കാരിന് ലഭിക്കുന്ന നിയമോപദേശം സർക്കാർ പുറത്ത് പ്രസിദ്ധപ്പെടുത്തണം. കാരണം ഈ പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസ് വന്നിരുന്ന പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് എല്ലാം വളരെ എതിരായി പറയുന്ന ഒരു ഗവൺമെന്റും പാർട്ടിയാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതരായ പോലീസ് കമ്മീഷൻ ആ റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് അവർ നൽകിയ പരമപ്രധാനമായ ഒരു ശുപാർശ. എന്താണ് ആ ശുപാർശയിലാണ് അവർ പറഞ്ഞത്, നമ്മുടെ പോലീസ് നിയമം ബ്രിട്ടീഷ് പോലീസ് നിയമത്തിന് സമാനമാണ്. 1860 ഇന്ത്യൻ പോലീസ് ആക്ടിന്റെ മറ്റൊരു പകർപ്പാണ് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള പോലീസ് ആക്ട്. അതിന് പല്ലുമില്ല, നഖവുമില്ല. അതിനെ പരിഷ്കരിക്കണം. അങ്ങനെ ആ പോലീസ് കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കാതെ കേന്ദ്ര ഗവൺമെന്റ് വൈമനസ്യം കാണിച്ചപ്പോൾ ഒരു റിട്ടയർഡ് CBI ഉദ്യോഗസ്ഥൻ പ്രകാശ് സിംഗ് സുപ്രീം കോടതിയെ സമീപിച്ചു. സമ്പാദിച്ച വിധിയാണ് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ പറഞ്ഞതാണ് സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ, അത് കേരളത്തിൽ നിശ്ചലമാണ്. അതുപോലെ തന്നെ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മിനിമം ടെന്നർ ചുരുങ്ങിയ കാലയളവ് ഉണ്ടായിരിക്കണം എന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്, സൂപ്രണ്ട് ഓഫ് പോലീസിന്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് ഇവർക്കെല്ലാം 2 സർവീസിൽ തുടരാൻ അനുവദിക്കണം, ഒരു തസ്തികയിൽ തുടരാൻ അനുവദിക്കണം. ഇതെല്ലാം വന്നത് ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2011 കേരള പോലീസ് ആക്ട് നിലവിൽ വന്നത്. ആ പോലീസ് ആക്ടിനും ഈ വിധിക്കെതിരായി സർക്കാർ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഏത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ വെളിപ്പെടുത്തണം.
ആ വെളിപ്പെടുത്തുമ്പോൾ ആ നിയമോപദേശത്തിൽ എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ UPSCയുടെ 3 അംഗങ്ങളിൽ നിന്ന് മാത്രമേ നിയമിക്കാൻ പറ്റുള്ളൂ എന്ന സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നത് എന്ന് നമുക്കറിയണം. ശരിയാണ് സാർ, വളരെ വ്യക്തമാണ്. ഇൻചാർജ് DGP നിലവിൽ 7 സംസ്ഥാനങ്ങളിൽ ഇൻചാർജ് DGPമാരുണ്ടെന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ രീതിയിലാണ് കേരളത്തിലും ഇത് പരിശോധിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് സൂചന. നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇക്കാര്യത്തിൽ. രാജ്യത്ത് നിലവിലുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് തന്നെയാകണം പോലീസ് മേധാവിയെ നിയമിക്കേണ്ടതെന്നാണ് മുൻ DG പ്രോസിക്യൂഷനായ അഡ്വക്കേറ്റ് അസഫ് അലി നമ്മോട് പറഞ്ഞത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.